ചില ക്വസ്റ്റ്യൻസ് ഒറ്റ നോട്ടത്തിൽ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് തോന്നും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നേരെ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഫോർ എക്സാമ്പിൾ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതിനകത്ത് 4 ഓപ്ഷൻസിൽ 3 എണ്ണവും നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ലാത്ത 3 സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും. പക്ഷെ അതിൽ ഒരെണ്ണം നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്നുള്ളതായിരിക്കും. അതായിരിക്കും ആൻസർ. 4-5 സെന്റൻസ് നീളമുള്ള ക്വസ്റ്റ്യൻസിൽ മിക്കവാറും ആ 5ാമത്തെ സെന്റൻസ് ആയിരിക്കും ആക്ച്വൽ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ആദ്യം വായിച്ചിട്ട് കംപ്ലീറ്റ് വായിക്കുകയാണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ല. കെമിസ്ട്രി, ഫിസിക്സ് പോലെയല്ല, ബയോളജി ടെക്സ്റ്റിലെ ഓരോ സെന്റൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാ സെന്റൻസും നമുക്ക് ഫെമിലിയർ ആയിരിക്കണം. എന്ന് വെച്ച് നിങ്ങൾ അത് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. പകരം മാക്സിമം തവണ വായിക്കാൻ ശ്രമിക്കുക. റിവൈസ് ചെയ്യുന്ന സമയത്തും ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ മാത്രം വായിച്ചു വിടരുത്, കംപ്ലീറ്റ് ചാപ്റ്ററും വായിക്കണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഓപ്ഷൻസ് ആണെങ്കിലും പലപ്പോഴും NCERTയിലെ സെയിം സെന്റൻസ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ പരിചയം ഉണ്ടായിരിക്കും. കഴിഞ്ഞ കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ഈ 2 ബുക്ക് വെച്ച് നിങ്ങൾക്ക് 360 മാർക്സ് ഗ്യാരണ്ടീഡ് ആണ്. അതുകൊണ്ട് മാക്സിമം തവണ റിവൈസ് ചെയ്യുക, മാക്സിമം ഫെമിലിയർ ആകുക.